ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് ചേരുന്നു. ആഷിഖ്, വിശദാംശങ്ങൾ എന്തൊക്കെ? ശ്യാമിലി, ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതിൽ നഷ്ടപരിഹാരം 17 കോടി രൂപ കൂടി അധികം കെട്ടിവെച്ചതിന് ശേഷം ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ആ ഉത്തരവ് വൈകിട്ട് 7 മണിയോടെ ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. അതിന് പിന്നാലെയാണ് രാത്രിയോടെ തന്നെ കളക്ടർ അടക്കം സംഘം ചെന്ന ഈ ഭൂമി ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ തന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമെന്നുള്ള സുപ്രധാന പ്രഖ്യാപനവും കളക്ടർ നടത്തിയിട്ടുണ്ട്. എന്തായാലും 9 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. 2024 ജൂലൈ 30 ഈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നത്. അതിനുശേഷം 9 മാസത്തോട് അടുക്കുമ്പോഴാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് അടുക്കുന്ന പ്രധാന ചുവടുവെപ്പ് നടക്കുന്നത്. ശേഷം അടുത്ത നവംബറോ ഡിസംബറോട് കൂടി ഒരു 8 മാസം കൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചത്. ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് ഏപ്രിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്തിന് മുമ്പ് തന്നെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാമെന്നും മഴക്കാലത്തിന് ശേഷം ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കാമെന്നായിരുന്നു സർക്കാർ നേരത്തെ അറിയിച്ചത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട 29 കോടി രൂപയാണ് സർക്കാർ നേരത്തെ നൽകിയിരുന്നത്. പക്ഷേ 549 കോടിയോളം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ പോയത്. പക്ഷേ 17 കോടി രൂപ കൂടി ചേർന്ന് ഏകദേശം 46 കോടി രൂപ സർക്കാർ കെട്ടിവെച്ചാണ് ഇപ്പോൾ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് നിലവിൽ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും രാത്രിയോട് തന്നെ സർക്കാർ എത്തി ഭൂമി സർക്കാരിന്റേതാണെന്നുള്ള നോട്ടീസ് ബോർഡ് പതിപ്പിച്ചിട്ടുണ്ട്. നാളെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. അവർ 8 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.